എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്ന് നമുക്കൊരു മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഒരു കഷ്ണം മത്തങ്ങയാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമ്മൾ മത്തങ്ങ സാമ്പാർ വയ്ക്കാറുണ്ട്, മത്തങ്ങ എരിശ്ശേരി വയ്ക്കാറുണ്ട്, മത്തങ്ങ പച്ചടി വയ്ക്കാറുണ്ട്, മത്തങ്ങ തോരൻ വയ്ക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തങ്ങയൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം. ഇത് ഒരുപാട് വിളഞ്ഞ മത്തങ്ങയല്ല, തീരെ പിഞ്ചു മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ ആ പുറത്തെ തൊലിയൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് കഴുകിയെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലൊന്ന് മുറിച്ചിട്ട് ഞാൻ ഒന്ന് അരിഞ്ഞ് നോക്കി, അപ്പം ഇത്തിരി നീളം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി എടുക്കാം. പിന്നെ മത്തങ്ങയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളുമല്ലോ. നമ്മൾ വലിയ കഷ്ണത്തിലിട്ടാലും പെട്ടെന്ന് തന്നെ ഇതങ്ങ് വേകും. ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ മത്തങ്ങയ്ക്ക്. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്ത് വയ്ക്കാം. മുറിച്ചെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. വച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇനി അതവിടെ ഇരിക്കട്ടെ. ഇരുന്നതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് കഴുകി വാരിയെടുക്കാം. കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകിയെടുത്ത് വെച്ചതിനകത്തേക്ക് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഇനി 2 പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ, മത്തങ്ങയുടെ വെള്ളം ഇറങ്ങും. ചൂടുവെള്ളം ഒഴിച്ചത് ചട്ടി ചൂടായി വരാൻ ഇത്തിരി താമസമല്ലേ, അപ്പം ഇത് ചൂടായി വരുമ്പോഴത്തേനും പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടൊരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമുക്കിനി മൂടിയൊക്കെ മാറ്റി നോക്കാം. നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളിയില്ലേ, അതും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചു കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ പാടാണ് പുളിയൊക്കെ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇനി ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഞാനൊരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വാങ്ങി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയപ്പോൾ നമ്മൾ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി ഇത് നമ്മൾ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ശേഷം മൂടിയൊക്കെ തുറന്നിട്ട് അതിലേക്ക് ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കറിയാണ്. അപ്പം മത്തങ്ങയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, നമുക്ക് തേങ്ങയൊന്നും ചേർക്കണ്ടല്ലോ, വേഗം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെയും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.